Diaries, another episode home vlog. എന്താണ് പ്രത്യേകത റോഷു? ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളത് സാൽമൺ ഫിഷ് ആണ്. ഇതാണ് സാൽമൺ ഫിഷ്. നോർവേ കൺട്രിയിലാണ് ഇങ്ങനത്തെ ഫിഷ് ഒക്കെ കിട്ടുന്നത്. അത് ഹ്യൂജ് ആണല്ലേ? എത്ര കെജി ആണ് ഇതുള്ളത്? ഇത് 1.5 കിലോ ഉണ്ടാവും. 1.5 കിലോ കണ്ട സാൽമൺ ഫിഷ്. ഇതിന്റെ മീറ്റ് ഏത് കളറാണ് റോഷു? ഇത് കണ്ട ഓറഞ്ച് കളറാണ്. നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടാണ് ലുള്ളൂന്ന് കിട്ടിയത്. ഓക്കെ, ഇതെന്താണ്? അതേപോലെ ഇത് ഖത്തറിന്റെ സീ ബാസ്. ഇത് ഇപ്പായിട്ട് ഈ ഐറ്റം കാണുന്നതാണ്. ഒരു ഗ്രീൻ കളറിഷ് സീ ബാസ് ആദ്യമായിട്ട് കാണുന്നു ഈ ഷേപ്പിൽ സീ ബാസ്. നല്ല യൂസ് ഉണ്ടല്ലേ? ഖത്തറിന്റെ സീ ബാസ് ആയതുകൊണ്ട്. ഖത്തർ സീ ബാസ് ആയതുകൊണ്ട്. ഓക്കെ, ഇത് സീ ബാസ് അടിപൊളി. ഞങ്ങളിങ്ങനെ വലിയ 3 ഫിഷ് ആണ് അല്ലേ? അടിപൊളി അടിപൊളി. ക്ലീനിങ് പരിപാടികൾ നടക്കട്ടെ. പിന്നെ ഫിഷ് ക്ലീനറാണ് വന്നിട്ടുള്ളത്. ഭയങ്കര അധ്വാനാണ് ഇത്. പുറത്തുനിന്ന് നമുക്ക് ഷോപ്പിൽ നിന്ന് ക്ലീൻ ആക്കി കിട്ടിയല്ലേ? പുറത്തൊക്കെ പുറത്ത് ക്ലീൻ ഞങ്ങളാ, അകത്ത് മാത്രം അയാൾ കട്ട് ചെയ്തിട്ട് ചെയ്ത് ജസ്റ്റ് പുറത്ത് ഈ വാല് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ക്ലീനിങ് മെത്തേഡാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എങ്ങനെ വരുള്ളൂ ഫിഷസ് ഇവിടെ ഖത്തറിൽ? ഫുൾ ഫിഷ്. എത്ര കെജി ഉണ്ട് ഇത്? 1.5 കിലോ. 1.5 കിലോ ഫിഷാണിത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഹെൽത്തി ഫിഷാണ്, നോർവേ. ഇതിൻ്റെ എന്ത് പ്രത്യേകത പറഞ്ഞു? ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതായത് ബ്രെയിനിന് അത്യാവശ്യം ഹെൽപ്ഫുള്ളായ ഒരു ഫുഡാണെന്ന് പറയാം. ബ്രെയിൻ റിലേറ്റഡ് ടു ബ്രെയിൻ. പിന്നെ ഹെൽത്ത് ആവട്ടെ, ഹെൽത്തിയസ്റ്റ് ഫിഷസ് ഇൻ ദ വേൾഡ്. സാൽമൺ ഈസ് ദ ബെസ്റ്റ് ഫിഷ്, ഹെൽത്തിയസ്റ്റ് കമ്പയറിംഗ് ടു ഓൾ ദി അതർ ഫിഷ്. അത് മാത്രമല്ല ഇതിൻ്റെ മീറ്റ് എത്ര പ്രത്യേകതയാണ്. ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ നല്ല ഓറഞ്ച് കളർ മീറ്റാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ഓയിലി കണ്ടന്റ് ആണ് ഈ ഫിഷ് അല്ലേ? ഇത് ഫിറ്റ്നസ്, പിന്നെ ഹെൽത്ത് കോൺഷ്യസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല ഫുഡാണ്, ഫിഷാണ്. ഇത് കോൾഡ് കൺട്രീസ്, അതായത് നോർവേ ഒക്കെ ഭയങ്കര കോൾഡാണ്. ഇതിൻ്റെ ഫേസിന് പ്രത്യേകത കണ്ടില്ലേ? നോർവേ കോൾഡ് ആയിട്ടുള്ള കൺട്രീസിലേ കിട്ടുള്ളൂ. ഐസായിട്ട് ഉണ്ടാവില്ല. നോർവേ പിന്നെ ചില യൂറോപ്യൻ വ്യത്യാസം. സോ ഇത് ചേമ്പിൽ എടുത്തിട്ടായിട്ട് നമുക്ക് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഫുള്ള് അതിൻ്റെ സൈഡിലത്തെ വിങ്സ് ഒക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇത് ഫുൾ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, കുറച്ച് സമയം എടുക്കും ക്ലീനിങ് ടൈം. നല്ല ഫ്രഷ് മീനായതുകൊണ്ടാണ് ഇവൻ ചോരയും കൂടി ഇല്ല, അങ്ങനെ ഉണ്ട്, അത്രയും ഫ്രഷാണ്. സോ ചേമ്പിൽ എടുക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടുണ്ട്. ഈ സീബാസിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഫിഷിൽ ഏറ്റവും ഇഷ്ടമായത് സീബാസ് ആണ്. ഈവൻ സാൽമണും ഭയങ്കര ടേസ്റ്റാണ്, നല്ല കോസ്റ്റ്ലി ആണ്. ബട്ട് സ്റ്റിൽ സീബാസ് ഒരു പ്രത്യേകത ടേസ്റ്റാണ്. അതെ, നല്ല ഓഫർ ഉണ്ട്. 1.5 കിലോ ഉള്ളത്. കിലോ വന്നിട്ട് ഒരു 600 റുപ്പീസ് ഉണ്ടാവും, ഇന്ത്യൻ റുപ്പീസ്. 35 റിയാൽ, അത് 700 ഉണ്ടാവും. Yeah. ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ അവർ ഫുൾ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. പക്ഷെ ഫുൾ ക്ലീനിങ്. സോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ എന്താണ് പരിപാടി റോഷു? കട്ടിങ് പരിപാടി. സോ ഞങ്ങൾക്ക് ഫ്രൈനും കറിക്കുള്ള പോലെയൊക്കെ കട്ടാക്കണം. ഓക്കെ, നല്ല ഓറഞ്ച് കളർ കുക്കായിട്ട് പിന്നെ കാണാം. ഈ മീറ്റൊക്കെ നല്ല ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ മീറ്റ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആൻഡ് കുക്കാക്കി കഴിഞ്ഞിട്ട് ഇന്നും നല്ല ഓറഞ്ചാണ് ഈ ഫിഷിന്. സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ കളർ ഉണ്ടാവും. നല്ല ഷാർപ്പ് കത്തി വേണം ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ. സ്ലൈസ് ഒക്കെ ഉണ്ട്. ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ. ഇപ്പം ഞങ്ങളുടെ പീസസ് ഒക്കെ വലുതായി വരുന്നുണ്ട്. സ്റ്റമക്ക് ഭാഗമാണ്. ഇതിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളിയാണ്. പക്ഷെ നല്ല മസാല ഒക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു തലക്കറി ഞാൻ ആക്കിയിട്ടുണ്ടായി സാലമൺ. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അത്രയും ഇതായിരുന്നു.
സോ നമ്മുടെ കട്ടാക്കി പീസസ് ഉള്ള സാലമനൊക്കെ ഇതാണ് നമ്മുടെ സാലമൻ. സോ നമുക്ക് കട്ടാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ സാലമൻ കണ്ടോ, ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞു. സോ ഇത് നമ്മൾക്കിപ്പോൾ 1 വീക്കുള്ള ഇതാണ്. നമ്മളെല്ലാം കട്ടാക്കി ക്ലീനാക്കി നല്ല സ്റ്റോർ ചെയ്യും. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈയോ കറിയോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യണം. സോ സാലമൻ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ത് പരിപാടി റോഷു? സീബാസ്. ഏത് സാലമനാണ് ഈസി കട്ട് ചെയ്യാനില്ലേ, സീബാസ് ആണോ? ഫുൾ കളർ ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞങ്ങളുടെ യൂഷ്വൽ സീബാസ് നമുക്ക് അടുത്ത പ്രാവശ്യം കാണിച്ചു കൊടുക്കാം. അത് നല്ല സിൽവർ ഷൈനിങ് സീബാസ് ആയിരുന്നു. പക്ഷേ ഇതൊരു ഗ്രീനിഷ് ബ്ലാക്കിഷ്, ഇത് കുറച്ച് ഹാർഡ് സീബാസ് ആണ്. ഇതിപ്പോൾ 2 ആഴ്ചയായി നമ്മുടെ ലുലുവിൽ വരാൻ തുടങ്ങിയിട്ടല്ലേ ഈ ഒരു ഫിഷ്. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്തായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. സീബാസ് സെയിം സീബാസ്, ഇതും സീബാസ് തന്നെയാണ്, പക്ഷെ കത്ത് സീബാസ് ആണ് അല്ലേ. എൻ്റെ ഫേസ് നോക്കൊരു ക്രൂവാലിറ്റി ഫേസ് പോലെ കണ്ടോ. അപ്പോൾ നമ്മൾ തിന്നാൻ പറ്റുന്ന പോലെ ഉണ്ട്. അപ്പോൾ എന്ത് ഡിഫിക്കൾട്ട് ഉണ്ടെന്ന് വെച്ചാലേ എല്ലാം നല്ല തിക്കുണ്ട്. സാലമൻ്റെ കൈ തിക്കുണ്ടല്ലോ ഇത്. അപ്പോൾ റോഷിൻ്റെ ഫേവറേറ്റ് ഫിഷ് ഏതാണ് യൂഷ്വലി? ഏറ്റവും ഇഷ്ടമുള്ള ഫിഷ് ഐ തിങ്ക് പ്രോൺസ് അല്ലേ? അങ്ങനെയല്ല ഉണ്ട്. റോഷിൻ്റെ മെയിൻ കൺസേൺ ഹെൽത്തി ഫുഡാണ്, അല്ലെങ്കിൽ എനിത്തിങ് ഇസ് ഫൈൻ. ഫിഷസിൽ ഏതെല്ലാം ഫേവറേറ്റ് റോഷോ? അങ്ങനൊന്നുമില്ലേ? നല്ല ഡിഫിക്കൾട്ട് എന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ തോൽ അതിൻ്റെ കായ അപ്പോഴാണ് എന്ത് തിക്കെന്ന് വെച്ചാൽ ഭയങ്കര തിക്കാണ് ഇത് ക്ലീൻ ആയിക്കാൻ. നല്ല സമയം എടുക്കും, ബിക്കോസ് നല്ല തിക്കുള്ള ഫിൻസാണ്. നമ്മൾ തന്നെ ഫിഷ് കട്ടിങ് എക്സ്പേർട്സ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. യെസ്, പൊളിച്ച്. അപ്പോൾ ഇതിൻ്റെ വയറ് നമുക്ക് കാണാം. ഇതിൽ എഗ്ഗ് ഉണ്ട്, പിന്നെ ആ ഒരു ഈ സംഭവം ഓയിലാണ്. എന്തൊക്കെ ഉണ്ട്, എഗ്ഗ് ഇല്ല. അപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കളൻ്റെ കോലമൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് വീഡിയോ മാത്രം നോക്കിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കട്ടിങ് പരിപാടിയാണ്. ഓ, ഇത് നല്ല വൈറ്റ് കളർ ഇതാണ്. അത് മാത്രമല്ല ഈ മീനിൻ്റെ കൈ പറഞ്ഞാ കണ്ട എന്തോ ഒരു എനർജി വേണം ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി. ഓ ഗോഡ്. അങ്ങനെ നമ്മുടെ ഒരു സീബാസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച് വാഷൊക്കെ ഞങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാഷാക്കിയിട്ട് മസാല അല്ലെങ്കിൽ കറിക്കിടാം. സോ നെക്സ്റ്റ് സീബാസിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ സീബാസ് ഉണ്ട്, ഇതൊരു ചോട്ട സീബാസ് ആണ്, ചെറിയൊരു സീബാസ് ആണ്. എന്താണെങ്കിലും കണക്കാ പണിയൊക്കെ നല്ല എട്ടിൻ്റെ പണി തന്നെയാണ്. പക്ഷെ നല്ല ഫ്രഷ് ഫിഷസ് ആണ് ഇവിടെ നമുക്ക് കിട്ടണത്. എന്ത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് കിട്ടും. A to Z ഫിഷസ് നമുക്ക് കിട്ടും ഇവിടെ. ക്രാബ്, ഫ്രോൺസ് ചേമ്പലൊക്കെ കട്ട് ചെയ്തു ഉള്ള എനർജി മാത്രം യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളുടെ 8 ഭാഗം ക്ലീൻ ചെയ്യുന്നുണ്ട്. ചെറിയ എഗ്ഗ് ഉണ്ട്. ഞങ്ങൾ ഫിഷ് ഫ്രൈ ആക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ഓയിൽ ഒന്നും ഇടണ ആവശ്യമില്ല. ഈ ഓയിൽ നല്ലതാണെന്നറിയില്ല, ബിക്കോസ് ഈ ഫിഷിന് ഭയങ്കര ഓയിൽ കണ്ടിട്ടാണ്, അതിനാണ് അത് ഭയങ്കര ടേസ്റ്റും. പക്ഷെ നമ്മൾ സൈനിങ് ഓഫ് ആകണക്കായി മുമ്പ് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി നിങ്ങളുടെ ഇന്നത്തെ ക്ലീനിങ് ഡേ? അടിപൊളി. മുഖമൊക്കെ കുറച്ച് വാടിയ പോലെ ഉണ്ടല്ലോ. ഞങ്ങളുടെ സെക്കൻഡ് സീബാസും കട്ടിങ് എല്ലാം കഴിഞ്ഞു. സോ ഞങ്ങളുടെ പാർട്ട് 1 എല്ലാം കഴിഞ്ഞു. ഫിഷ് സാലമൺ ക്ലീനിങ് എങ്ങനെയാണ്, എത്ര kg ആണ്, എന്താണ് ടേസ്റ്റ്, കാര്യങ്ങളൊക്കെ. സോ ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണാം.
Until then, signing off, Rosalind.